ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് ഇവിടെ ഒരു പഴയ കല്ലുകൊണ്ട് ഒരു മതിലാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വന്ന ചിലവുകളും സാമഗ്രികളും ഒന്ന് പറഞ്ഞു തരാം. നമുക്ക് വന്നിട്ട് ഇവിടെ ആകെ വന്നിട്ടുള്ളത് ഒരു 80 മീറ്ററോളം നീളത്തിലാണ് ഈ ഒരു മതിലിൻ്റെ വിസ്തീർണം വരുന്നത്. പക്ഷേ ഇവിടെ കരിങ്കല്ലിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വന്നിട്ട് 3 ലോഡ് കരിങ്കല്ലാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് പഴയ കല്ലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 3 ലോഡ് കല്ലിന് ഇവിടെ വന്നിട്ടുള്ളത്, പഴയ ലോഡ് കല്ലടക്കം ഇവിടെ ഉള്ളത് ആകെ ടോട്ടൽ അതിന് ചിലവ് ഉള്ളതാണ്. അത് 20,000 രൂപയോളാണ് ആ ഒരു കരിങ്കല്ലിന് ചിലവ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് വന്നിട്ട് ഇവിടെ ഒരു പാറമണൽ ഒരു 1.5 യൂണിറ്റ്, അതിന് ഒരു 8,500 രൂപയാണ് ആകെ ചിലവ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇവിടെ കുറച്ച് ചെങ്കല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ കല്ലുണ്ടായിരുന്നു. വീട് പൊളിച്ചിട്ട് ആ ഒരു JCB കൊണ്ടല്ല, വീട് ആളുകളെ വെച്ചിട്ട് അത് പൊളിച്ചിട്ടാണ് ആ ഒരു കുറച്ച് കല്ല് മാറ്റിയിട്ടത്. നമുക്ക് ഏകദേശം ഇവിടെ മതിൽ കെട്ടാൻ ആയിട്ടുള്ളത് ഒരു 1,100 കട്ട നമുക്കിവിടെ കെട്ടാൻ വന്നിട്ടുണ്ട്. ഇനിയും ഒരു 100 ചില്ലാനം സംതിങ് കട്ട ഇവിടെ ബാലൻസ് ഉണ്ട്. അങ്ങനെ ടോട്ടലി ഒരു 20 രൂപ വെച്ച് കട്ടക്ക് കൂട്ടുകയാണെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഒരു 22,000 രൂപയുടെ കട്ടയാണ് നമുക്കിവിടെ കിട്ടിയത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് പഴയ വീടൊക്കെ പൊളിച്ചിട്ട് നമ്മൾ വീട് പണി ചെയ്യുമ്പോൾ ഇതുപോലെ കല്ലെല്ലാം എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ചുറ്റുമതിൽ കെട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാനും പറ്റും. ഇപ്പോൾ ഇവിടെ ഒരാൾ പണി വെച്ച് നോക്കുകയാണെങ്കിൽ മിനിമം ഇവിടെ ആകെ വന്നിട്ടുള്ള ഒരു പണിക്കൂലി എന്ന് പറഞ്ഞാൽ 17 ആളെ പണിയാണ് ആകെ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ഇവിടെ വന്നിട്ട് 7 മേസൻ്റെ പണിയും മറ്റുള്ള ഹെൽപ്പേഴ്സിൻ്റെയും ഇവിടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം വന്നിട്ട് നമുക്ക് 18,500 രൂപയാണ് ഇവിടെ ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ടോട്ടലി ഇവിടെ ചിലവ് കൂട്ടി നോക്കുകയാണെങ്കിൽ പഴയ കല്ലും പുതിയ കല്ലും വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നമുക്ക് ലാഭം ഇതുപോലെ പഴയ കല്ല് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണ്. ഇവിടെ അതുപോലെ തന്നെ കുറച്ച് ഹോളോ ബ്രിക്സും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം ഹോളോ ബ്രിക്സും കെട്ടിയിട്ടുണ്ട്. കിണറിൻ്റെ മുകളിൽ കുറച്ച് കല്ല് പടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവിടെ എന്താണെങ്കിലും ക്ലയൻറ്റിന് വന്നിട്ടുള്ള ആകെ ചെലവ് എന്ന് പറഞ്ഞാൽ 65,180 രൂപക്കാണ് ഈ മതിലും ഈ കിണറും മുറ്റത്തിൻ്റെ കെട്ടിയതും അതുപോലെ കൊട്ടത്തലം കെട്ടിയതും അത്ര ആകെ ചെലവ് ഇത്രയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതൊരു മൊത്തത്തിൽ ഒരു പുതിയ പ്രോഡക്റ്റാണ് മൊത്തം എങ്കിൽ ഈ ഒരു ചെലവും ഒരിക്കലും നിൽക്കില്ല. ഇത് ചുരുങ്ങിയത് 1 റുപ്യ, അതായത് 1,00,000 സംതിങ്ങിൻ്റെ മുകളിൽ നമുക്ക് എന്തായാലും ഇവിടെ ചിലവ് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പഴയ കട്ടകളോ കല്ലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ വീട് പണി കഴിഞ്ഞാൽ മതിൽ പണി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷ് ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ ഓരോ സാധനത്തിനും വില കൂടി വരികയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത്രയും പഴയ സാധനങ്ങൾ കൊണ്ട് പടുത്താലും നമുക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ കല്ലിനേക്കായി കൂടുതൽ ക്വാളിറ്റിയിലുകളാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. വീഡിയോ കാണാം. ഗുഡ് ബൈ.